ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചോക്കോ വെൽവെറ്റ് കേക്ക്. നിങ്ങൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഓവൻ ഇല്ലാതെ ഇത് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് അളവിൽ മൈദമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ 2 കേക്ക് സ്പഞ്ചിൻ്റെ ബാറ്ററും ഒരുമിച്ചാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അളവിൽ മൈദമാവും അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ വാനില പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് ആണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ചേർത്താൽ മതി. വാനില പൗഡർ ആണെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്ന കൂട്ടത്തിൽ വേണം ചേർക്കാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് 1 ടീസ്പൂൺ അളവിൽ ഡാർക്ക് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ അങ്ങ് അരിച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് ആയിട്ടുള്ള കൊക്കോ പൗഡർ ആണ് ഉള്ളതെങ്കിൽ 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശരി, ഞാനിത് അരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ശേഷം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഡാർക്ക് കൊക്കോ പൗഡറും 4 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം 2 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ നമ്മൾ 1/4 കപ്പ് അളവിൽ പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ ചൂടുള്ള പാലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കൊക്കോ പൗഡർ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഒരു മിൽക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 വലിയ സൈസിലുള്ള മുട്ടയാണ് കേട്ടോ. ചെറിയ സൈസിലുള്ള മുട്ടയാണെങ്കിൽ നിങ്ങൾ 4 എണ്ണം എടുക്കേണ്ടി വരും. അത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 1/4 കപ്പ് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വാനില എസെൻസ് ആയിട്ടാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ, വാനില പൗഡർ അല്ല എസെൻസ് ആണ് എങ്കിൽ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അത് 1 ടീസ്പൂൺ അളവിൽ ചേർത്തിട്ട് വേണം നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, എത്ര ടൈം എടുത്തിട്ടാണ് നമുക്ക് മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. അത് ഓരോരുത്തരുടെ ബീറ്ററിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ. അതായത് ഞാനിപ്പോൾ ഈ ഒരു ബീറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ പ്രസ്റ്റീജിൻ്റെ ബീറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരു മാക്സിമം 6 to 8 മിനിറ്റിൽ നമുക്ക് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ ഒരു 7-8 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്യുന്നത് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തായിരുന്നാലും മതി കേട്ടോ. ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഇതങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ബീറ്റർ വെച്ചിട്ടും നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് ഞാൻ വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ റെസിപ്പീസും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. കുറേ മെസ്സേജസ് എല്ലാം വരുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പം. അപ്പോൾ ഇത് ഞാൻ ആദ്യത്തെ ബാച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പതിയെ അങ്ങ് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഡിവൈഡ് ചെയ്തെടുക്കുമ്പം നമ്മൾ ഒരു ലെയറായിട്ടാണ് റെഡ് വെൽവെറ്റ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ 3/1 എന്നുള്ള ലെവലിൽ വേണം നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യാനായിട്ട്. അതായത് പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യാതെ ഒരെണ്ണം നമ്മൾ ഒരു ലെയറിന് മാത്രമായിട്ടുള്ളതും ഒരെണ്ണം നമുക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്യാൻ വിധത്തിലുള്ളതാക്കിയിട്ട് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട്. അതായത് ഒന്നിൽ ക്വാണ്ടിറ്റി കൂടുതലും ഒന്നിൽ ഒരല്പം ക്വാണ്ടിറ്റി കുറവും അങ്ങനെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ 2 ബൗളിലാക്കിയിട്ട് നമ്മുടെ ബാറ്റർ ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇനി കൂടുതലുള്ള ബാറ്ററിലോട്ട് നമ്മൾ നേരത്തെ കൊക്കോ പൗഡർ മിക്സ് ചെയ്ത് മാറ്റി വെച്ചാൽ മിൽക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കങ്ങ് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ചിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളത് റെഡ് വെൽവെറ്റിൻ്റെ ബാറ്ററാണ്. അത് നമുക്ക് ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഫുഡ് കളർ ലിക്വിഡ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ
ഞാൻ പാലിൽ മിക്സ് ചെയ്തിട്ടാണ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത്. ഷുഗർ ഫ്ലെയറിൻ്റെ റെഡ് ഫുഡ് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ചെറി റെഡ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തായാലും പാല് ചേർക്കണം, കാരണം ബാറ്റർ നല്ല തിക്കാണ്. അപ്പം ഞാൻ കളർ ഇതേപോലെ പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ 2 ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ പാലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു റെഡ് വെൽവെറ്റ് സ്പഞ്ച് ചെയ്തെടുക്കാനായിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് നമുക്കിത് 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. ചോക്ലേറ്റ് സ്പഞ്ച് നമുക്ക് 30 മിനിറ്റ് ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഓവൻ ആണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ്സ് ചോക്ലേറ്റ് സ്പഞ്ചും 15 മിനിറ്റ് നമ്മുടെ റെഡ് വെൽവെറ്റ് സ്പഞ്ചും ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് സ്പഞ്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കേക്ക് ബേക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 3/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര നമ്മൾ ഷുഗർ സിറപ്പ് ഇതുപോലെ വെള്ളത്തിൽ ചെയ്തെടുക്കുമ്പം നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ചൂടെല്ലാം മാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള സിറപ്പാണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് മാറ്റണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഫില്ലിങ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫില്ലിങ് തന്നെയാണ് കേട്ടോ. ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ലെയറിൽ ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിൽ നമ്മൾ ക്രീം ചീസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു കേക്കിനെ വേറിട്ട് നിർത്തുന്നത്. അത്ര ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ക്രീം ചീസും കൂടി ചേർക്കുമ്പം. ഞാൻ ഇതേപോലെ ക്യൂബായിട്ട് വരുന്ന ക്രീം ചീസാണ് യൂസ് ചെയ്യുന്നത്. നാട്ടിൽ 200 രൂപ 190 രൂപയുടെ ഒരു 100 ഗ്രാമിൻ്റെ പാക്കെല്ലാം കിട്ടും നമുക്ക്. 100ഓ 200ഓ ആണ്. അത് യൂസ് ചെയ്താലും മതി കേട്ടോ. ഇതേപോലെ ക്യൂബായിട്ട് വരുന്ന ക്രീം ചീസ് ഞാൻ ബൗളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഹൈ സ്പീഡിൽ ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്കിതങ്ങ് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇത്രയും മതി. ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് ഈ ചീസെല്ലാം ഒന്നങ്ങ് സോഫ്റ്റായിട്ട് വന്നാൽ മതിയിട്ട്. അതുവരെ നമ്മൾ ഹൈ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ശേഷം വേറൊരു ബൗളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ മാക്ടോപ്പിൻ്റെ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നാട്ടിൽ ഫിയോണ, വിവോ, റിച്ച് അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെയാണ് കേട്ടോ. ട്രോപ്പോലൈറ്റ് അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇവിടെ നല്ലതുപോലെ സ്റ്റിഫ് പീക്സ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും കുറച്ച് ക്രീം എടുത്തിട്ട് നമ്മുടെ ക്രീം ചീസിലോട്ട് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പം നമ്മൾ ഫില്ലിങ്ങിന് കൊടുക്കാനായിട്ടുള്ള ക്രീമിലാണ് കേട്ടോ ക്രീം ചീസ് ചേർക്കുന്നത്. അപ്പോൾ ക്രീം ചീസ് ഉള്ള ബൗളിലോട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം ബീറ്റർ വെച്ചിട്ട് വീണ്ടും ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫില്ലിങ്ങിലേക്കുള്ള ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ കേക്കെല്ലാം ഇവിടെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് നമ്മൾ 2 ലെയറായിട്ടും പിന്നെ അതേപോലെ തന്നെ റെഡ് വെൽവെറ്റ് നമുക്ക് 1 ലെയറായിട്ട് തന്നെ ഉള്ളൂ. പക്ഷേ അതിൽ നിന്നും റെഡ് വെൽവെറ്റിൽ നിന്നും ചെറിയൊരു പോർഷൻ നമുക്ക് ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. കാരണം നമ്മൾ ഡെക്കറേഷനായിട്ട് ആ റെഡ് വെൽവെറ്റിൻ്റെ ക്രംസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 ലെയർ റെഡ് വെൽവെറ്റും 2 ലെയർ നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ചാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും ഈക്വൽ ആയിട്ട് ബാറ്റർ ഡിവൈഡ് ചെയ്തതിന് ശേഷം 2 ലെയർ ചോക്ലേറ്റ് സ്പഞ്ചും 2 ലെയർ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചും അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പം 3 ലെയറായിട്ടേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്കെല്ലാം ലെയറാക്കിയതിന് ശേഷം നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ സാധാ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ക്രീം നമ്മൾ ക്രീം ചീസ് യൂസ് ചെയ്തിട്ടുള്ള ഫില്ലിംഗ് ആണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ ലെയർ നമുക്ക് ചെയ്തെടുക്കാം. മിഡിലായിട്ട് നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ റീലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഫോളോ ചെയ്തേക്കണേ. പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു ഈ ഒരു
ചോക്കോ വെൽവെറ്റിൻ്റെ കേക്കിൻ്റെ വീഡിയോ വന്നിട്ട് അപ്പോൾ അതേ നമ്മുടെ കേക്കിയുടെ ക്രം കോട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചിട്ട് ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് നമ്മൾ മുഴുവനായിട്ട് ഐസിങ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ചാനലിൽ കുറേ ഇങ്ങനെ കേക്ക് ഐസിങ് ചെയ്യുന്ന വീഡിയോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ഡെക്കറേഷൻ ഞാൻ വല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം. പിന്നെ നമ്മൾ മുഴുവനായിട്ട് കേക്ക് ഐസിങ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ റീല് വന്നിട്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നുവെന്ന് മാത്രം. ഞാൻ കഴിക്കുന്ന വീഡിയോ എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോക്കോ വെൽവെറ്റ് കേക്ക് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങളിൽ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ ഇത്. ഒരു സബ്സ്ക്രൈബർ എന്നും വന്ന് ചോദിക്കും ചോക്കോ വെൽവെറ്റ് കേക്ക് ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഈ വീഡിയോ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോക്കോ വെൽവെറ്റ് കേക്ക് ചെയ്തെടുക്കാനായിട്ട്. വളരെ എളുപ്പമല്ലേ. ഇതിൻ്റെ ബോർഡറിലായിട്ട് ഞാൻ പറഞ്ഞില്ലേ റെഡ് വെൽവെറ്റിൻ്റെ ആ ഒരു കേക്കിൻ്റെ സ്പഞ്ച് പൊടിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് സ്പഞ്ചാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ആ ഒരു ഇടയിലുള്ള ക്രീം ചീസിൻ്റെ ഫില്ലിങ് കൂടി ആയപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്